കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ വിനു മനോഹരൻ സീസണിലെ തന്നെ രണ്ടാം അർദ്ധ സെഞ്ചുറിയാണ് നേടിയത്. തൃശൂർ ടൈറ്റൻസിനെതിരായ നിർണായക മത്സരത്തിൽ 33 പന്തിൽ നിന്നാണ് വിനൂപ് അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയത്. 2 ബൗണ്ടറികളുടെയും 6 സിക്സറുകളുടെയും അകമ്പടിയോടെ 42 പന്തിൽ 65 റൺസാണ് വിനൂപ് നേടിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒരു ജയം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മോടൊപ്പം വീണ്ടും വിനൂപ് ചേരുന്നുണ്ട്. വിനൂപ്, വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം ടീമിന്റെ വിജയത്തിൽ നിർണായകം. അതെ, ഇതിപ്പം ചെന്ന് കളിച്ചു, അത്രേ ഉള്ളൂ, എക്സ്പ്രസ് ചെയ്തു. അതെ, റൺസ് എന്താണ് ഹാഫ് സെഞ്ചുറി നേടിയതിലൊരു സന്തോഷമുണ്ട്. ഇങ്ങനത്തെ വിക്കറ്റിൽ ഇച്ചിരി പാടായിരുന്നു ബാറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വിക്കറ്റിൽ കളി ജയിപ്പിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം. അതെ, അവസാനമായപ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റായി. ടൈറ്റായി, തീർച്ചയായും. ഇങ്ങനത്തെ വിക്കറ്റിൽ അവസാനം പെട്ടെന്ന് 2 വിക്കറ്റ് പോവുകയാണെങ്കിൽ ഓബ്വിയസ്ലി ബാറ്റിംഗ് ടീമിന് പ്രഷറാവും. പിന്നെ ഇത് എളുപ്പമായിട്ട് എടുത്തടിക്കാൻ പറ്റുന്ന വിക്കറ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടീം അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഷർ നമ്മുടെ ഡഗ്ഔട്ടിൽ കണ്ടില്ല. നമ്മളെന്തായാലും ഒരു 6ന്റെ കാര്യമുള്ളൂ, അപ്പം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു മാച്ച് ഇൻറ്റൻസിറ്റിയിൽ കുറച്ചൊരു എന്താണ് അതെ ഒരിതായി. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗെയിം പ്ലാൻ സഞ്ജുവും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് സഞ്ജു ഇല്ലാത്തതുകൊണ്ട് ഗെയിം പ്ലാനിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സഞ്ജു വരാൻ നേരത്തെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉള്ളൂ, അല്ലാതെ ഗെയിം പ്ലാനിലൊരു മാറ്റമില്ല. നമ്മൾ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് കളിക്കുന്നത്. അപ്പോൾ അതിനെ വിശ്വസിച്ച് നമ്മൾ പോവുക തന്നെയാണ്. അതെ, ബാറ്റിങ്ങിലും ഒപ്പം ബൗളിങ്ങിലും ടീമിന്റെ ഓവറോൾ പെർഫോമൻസ് അത് ഓരോ മത്സരം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. അതെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ലോങ് ടൂർണമെൻ്റ് ആണ്. 1-2 കളി കളിക്കുമ്പം തന്നെ ഒരു നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന അണ്ടർ ലൈറ്റ്സ്, കുറേ പേർക്ക് അത് പുതിയ സംഭവമാണ് അണ്ടർ ലൈറ്റ്സ് കളിക്കുന്നത്. അപ്പം 1-2 കളി കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫും നമ്മുടെ ക്യാപ്റ്റനാണെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിലും ഉള്ള ഒരു ടീം ബോണ്ടിങ് ഇസ് അമേസിങ്. അപ്പം ആ ഒരു പ്രഷറായിട്ട് തോന്നില്ല. എല്ലാവരും ഈ ക്രിക്കറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ വലിയ ഡിഫറൻസ് ആണ് ഇപ്പം കാണുന്നത്. സാലി എന്ന് പറഞ്ഞ നായകൻ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ ടീമിനെ വിജയിപ്പിച്ചു. അതെ, ക്യാപ്റ്റനായപ്പോൾ അവൻ്റെ ക്യാരക്ടർ തന്നെ ഒരു പുറത്ത് വരുവാണ്. ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു നമ്മൾ ഒരു സ്ട്രെങ്ത് എല്ലാം കൂടെ. അവൻ എനിക്ക് തോന്നുന്ന ഒരു ഷോൾഡർ ഇഞ്ചറി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഒരു ഇതില്ലാതെ ഇരിക്കുമായിരുന്നു. ഐ മീൻ ഇതില്ലാന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ടായിരുന്നു, ബട്ട് സ്കീം ഓഫ് തിങ്സിൽ ഇല്ലാതിരിക്കുക. അപ്പം അവനൊരു ക്യാപ്റ്റൻസി റോൾ കിട്ടിയപ്പം പണ്ടത്തെ സാലി വീണ്ടും വന്നെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതെ, വിജയം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.